മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ പ്രതിയാക്കി അന്വേഷണം വേണമെന്ന് മാത്യു കുഴൽനാടൻ എംഎൽഎ ആവശ്യപ്പെട്ടു. അഴിമതി നിരോധന നിയമപ്രകാരം സമഗ്ര അന്വേഷണം നടത്തണമെന്നും പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മാത്യു കുഴൽനാടൻ എംഎൽഎ പ്രതികരിച്ചു. പിണറായി വിജയനെ പ്രതിയാക്കി അന്വേഷണം വേണമെന്ന് മാത്യു കുഴൽനാടൻ എംഎൽഎ ആവശ്യപ്പെട്ടു. ഏറെക്കാലമായി പൊതുസമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്ത മാസപ്പടി വിഷയത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം സമഗ്ര അന്വേഷണം നടത്തണമെന്നാണ് എംഎൽഎയുടെ ആവശ്യം. മൂവാറ്റുപുഴയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു എംഎൽഎ. ഞാൻ ഈ കാര്യത്തിൽ കൺസിസ്റ്റന്റ് ആയി ഞാൻ പറഞ്ഞിരുന്ന ഒരു നിലപാടുണ്ട്. ഈ വിഷയത്തിൽ മാസപ്പടി വിഷയത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്തുമ്പോഴാണ് സാക്ഷാൽ പിണറായി വിജയൻ പ്രതിസ്ഥാനത്ത് വരുന്നത്. ഇപ്പോൾ നടത്തിയിട്ടുള്ള അന്വേഷണം കമ്പനി ലോ ബോർഡിന്റെ കീഴിൽ അല്ലെങ്കിൽ കമ്പനി നിയമപ്രകാരമുള്ള അന്വേഷണമാണ്, PMLA നിയമപ്രകാരമുള്ള അന്വേഷണമാണ്, IT നിയമപ്രകാരമുള്ള അന്വേഷണമാണ്. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് അടയ്ക്കാൻ ബാധ്യത ഉണ്ടായിരുന്ന വീണയും എക്സാലോജിക്കും ഇൻകം ടാക്സിൽ വെട്ടിപ്പ് നടത്തിയോ എന്നുള്ളതാണ്. പണം കൈപ്പറ്റിയ വീണയും എക്സാലോജിക്കും കള്ളപ്പണം കൈപ്പറ്റി എന്നതാണ് PMLAയിൽ വരുന്ന ഇതെന്ന് പറയുന്നത്. അതിനുശേഷം ഇപ്പോ ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നതും കള്ളപ്പണവുമായി ബന്ധപ്പെട്ടാണ്. കമ്പനി ലോയുടെ വയലേഷൻസ് ആണ് SFI അന്വേഷിക്കുന്നത്. പക്ഷേ ഇതിൽ യഥാർത്ഥ അന്വേഷണം നടക്കേണ്ടത് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണമാണ്. അത് ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്നു. ഈതർ വിജിലൻസ് ഓർ CBI, ഒന്നുകിൽ വിജിലൻസ് അന്വേഷണം അല്ലെങ്കിൽ CBI അന്വേഷണം നടന്നാൽ മാത്രമേ ഇതിന്റെ അഴിമതിയുടെ കാണാക്കയങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുള്ളൂ. ഒരു കരിമണൽ കമ്പനിക്ക് വേണ്ടി അധികാരത്തിലിരുന്നു കൊണ്ട് ചെയ്തു കൊടുത്ത കാര്യങ്ങളും വഴിവിട്ട കാര്യങ്ങളും അത് കേരളത്തെ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ എങ്ങനെ ബാധിച്ചു എന്നതും അതിലെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോഴാണ് പിണറായി വിജയൻ പ്രതിസ്ഥാനത്ത് വരിക. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ഈ സിസ്റ്റം എപ്പോഴെങ്കിലും സത്യസന്ധമായി പ്രതികരിക്കാൻ തീരുമാനിച്ചാൽ പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ അതിവിദൂരമായിരിക്കില്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കും. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് കരിമണൽ കമ്പനിയിൽ നിന്ന് പണം ലഭിച്ചതെന്നും പിണറായി വിജയനുമായുള്ള ബന്ധത്തിന്റെ പുറത്താണ് കമ്പനി ഉടമ കർത്ത പണം നൽകിയതെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. ഈ വിഷയം മുൻപ് ഉന്നയിച്ചപ്പോൾ തന്നെ മോശക്കാരനാക്കാനാണ് ശ്രമം നടന്നതെന്നും എന്നാൽ സത്യം തെളിയിക്കാനുള്ള പോരാട്ടമാണ് താൻ നടത്തിയതെന്നും MLA പറഞ്ഞു. ഇതിൽ നടന്നിട്ടുള്ളത് പച്ചയായ അഴിമതിയാണ് എന്നും ഒരു സേവനവും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രം മുഖ്യമന്ത്രിയിൽ നിന്നും ആനുകൂല്യങ്ങൾ പറ്റുന്നതിനു വേണ്ടി, സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ പറ്റുന്നതിനു വേണ്ടി കരിമണൽ കമ്പനി നൽകിയ പണമാണ് ഈ കോടിക്കണക്കിന് രൂപ എന്നും അതുകൊണ്ട് ഇതിൽ അഴിമതി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ ആക്ഷേപിക്കുകയും എന്നെ വേട്ടയാടുകയും ഞാൻ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് നിയമസഭയിൽ അടക്കം അതിനെ പ്രതിരോധിക്കുകയും ചെയ്ത CPM-ഉം CPM-ന്റെ നേതാക്കന്മാരും ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മറുപടി പറയണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ വിഷയത്തിൽ CPM-ന് എന്താണ് പറയാനുള്ളതെന്ന് വ്യക്തമാക്കണം. വിഷയത്തിലെ യഥാർത്ഥ അഴിമതി പുറത്തുവരണമെങ്കിൽ വിജിലൻസ് അല്ലെങ്കിൽ CBI അന്വേഷണം അത്യന്താപേക്ഷിതമാണ്. അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം നടക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിസ്ഥാനത്ത് വരുമെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി. സുധി അപ്ഹോൾസ്റ്ററി വർക്ക്സ് മൂവാറ്റുപുഴ 50 വർഷത്തെ സേവന പാരമ്പര്യം. മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം സിഗ്നലിനു സമീപം പ്രവർത്തിക്കുന്ന സുധി അപ്ഹോൾസ്റ്ററി വർക്ക്സ് നൽകുന്നത് മികവുള്ള സേവനം. നിങ്ങളുടെ ഏതു വാഹനത്തിന്റെയും അപ്ഹോൾസ്റ്ററി വർക്കുകൾ മികച്ച സേവനത്തോടെയും ഉത്തരവാദിത്തത്തോടെയും ചെയ്തു തരുന്ന സ്ഥാപനം. ജീപ്പുകളുടെ അപ്ഹോൾസ്റ്ററി വർക്കുകൾക്കായി പ്രത്യേക വിഭാഗം. കൂടുതൽ വിവരങ്ങൾക്ക് 9447 319961 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.